ഒട്ടുമിക്ക വെള്ളച്ചാട്ടങ്ങളിലും അപകടക്കെണിയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അപകടം തീരെയില്ലാത്ത വെള്ളച്ചാട്ടങ്ങളും ഇടുക്കിയിലുണ്ട്. മാമലക്കണ്ടത്തേക്കുള്ള വഴിയിൽ നിറയെ ഇത്തരം വെള്ളച്ചാട്ടങ്ങൾ കാണാം. പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള ഇവിടേക്ക് ഒരുപാട് പേരാണ് എത്തുന്നത്. മരങ്ങളും പുഴകളും വെള്ളച്ചാട്ടങ്ങളും കുന്നിൻപുറങ്ങളുമൊക്കെയായി 4 ഭാഗവും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് മാമലക്കണ്ടം. ഇടതൂർന്ന വനവും അരുവികളും നേരൊഴുക്കുമുള്ള ഇവിടേക്കുള്ള യാത്ര തികച്ചും അവിസ്മരണീയമാണ്. അടുത്തടുത്തുള്ള ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ് മാമലക്കണ്ടത്തേക്കുള്ള യാത്രയിലെ ആകർഷണം. ഇവിടത്തെ വെള്ളച്ചാട്ടങ്ങൾ തീർത്തും അപകടരഹിതവുമാണ്. കുട്ടികൾക്ക് സുരക്ഷിതമായി ഇവിടെ ഇറങ്ങാം. മഴയെത്തിയതോടെ മാമലക്കണ്ടത്തെ കാഴ്ചകൾ ആസ്വദിക്കാൻ സഞ്ചാരികളുടെ തിരക്കാണ്. സോഷ്യൽ മീഡിയയിലാണ് ഈ സ്ഥലങ്ങൾ ഇത്ര വൈറലാവുന്നത്. ഒരു എന്താ പറയുന്നത്, ആനശല്യം ഒരുപാടുണ്ടെന്നാണ് പറയുന്നത്. നമ്മളിതുവരെ നൈറ്റ് ആയിട്ടില്ല. നൈറ്റിൽ ഒരു 11 മണിയോട് ആനശല്യം ഉണ്ടെന്നാണ് ആളുകൾ പൊതുവെ പറയുന്നത്. സഞ്ചാരികൾ പിന്നെ ഇഷ്ടം പോലെ സഞ്ചാരികൾ എല്ലാം എന്താ ഞാനീ പറഞ്ഞ പോലെ തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കൊല്ലം, കണ്ണൂർ അവിടെ നിന്നുള്ള ആളുകളാണ് കൂടുതലും. വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലം കൂടിയാണിവിടം. വിജനമായ റോഡുകളും കൂറ്റൻ പാറക്കെട്ടുകളും മൂടൽമഞ്ഞ് നിറഞ്ഞ മലനിരകളും തുടങ്ങി കാഴ്ചകൾ കൊണ്ട് വിസ്മയിപ്പിക്കുന്ന പ്രദേശം ഒട്ടേറെ സിനിമകളിലും ഇടം പിടിച്ചിട്ടുണ്ട്. മുൻപ് ഇടുക്കിയുടെ ഭാഗമായിരുന്ന മാമലക്കണ്ടം ഇപ്പോൾ എറണാകുളം ജില്ലയുടെ ഭാഗമാണ്. മൂന്നാറിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് നേര്യമംഗലം 6 മൈലിൽ നിന്നും തിരിഞ്ഞുപോയാൽ മാമലക്കണ്ടത്തേക്ക് എത്താനാകും. ന്യൂസ് 18 ഇടുക്കി. നിരവധി വെള്ളച്ചാട്ടങ്ങളുള്ള നാടാണ് ഇടുക്കിയിലെ മാങ്കുളം. മഴക്കാലമായതോടെ വെള്ളച്ചാട്ടങ്ങളുടെ ജലസമൃദ്ധമായി മനോഹര കാഴ്ചകളാണ് ഈ വെള്ളച്ചാട്ടങ്ങൾ സമ്മാനിക്കുന്നത്. പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടം, 33, കൈനഗിരി, നക്ഷത്രക്കുത്ത്, കോഴിവാലൻകുത്ത്, ചിന്നാർകുത്ത് ഇങ്ങനെ നീളുന്നു വെള്ളച്ചാട്ടങ്ങളുടെ നിര. അടിമാലി പിന്നിട്ട് മാങ്കുളത്തേക്കുള്ള യാത്ര തുടങ്ങിയാൽ പലതരത്തിലുള്ള വെള്ളച്ചാട്ടങ്ങൾ കാണാം. കാട്ടാനകളും മറ്റു കാനന കാഴ്ചകളും ഒക്കെയുണ്ടെങ്കിലും പച്ചപ്പിന് നടുവിൽ വെള്ളിവരകൾ തീർക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ തന്നെയാണ് മാങ്കുളത്തിന്റെ ആകർഷണം. മഴക്കാലമായതോടെ മാങ്കുളത്തെ ഈ വെള്ളച്ചാട്ടങ്ങളെല്ലാം ജലസമൃദ്ധമായി കഴിഞ്ഞു. ഇവിടെ എത്തുന്ന സന്ദർശകർ വെള്ളച്ചാട്ടങ്ങളിൽ കുളിക്കുകയും ചിത്രങ്ങൾ പകർത്തുകയും ഒക്കെ ചെയ്യുന്നത് പതിവാണ്. എന്നാൽ മഴയിൽ ചിലയിടങ്ങളിലൊക്കെ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. വെള്ളച്ചാട്ടങ്ങൾ കണ്ട് മഴ നനഞ്ഞ് മൺസൂൺ ടൂറിസം ആസ്വദിക്കാനെത്തുന്ന സന്ദർശകർക്ക് സുരക്ഷിതത്വം ഒരുക്കുവാൻ ഗ്രാമപഞ്ചായത്തും മറ്റ് സർക്കാർ സംവിധാനങ്ങളും നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ന്യൂസ് 18 മാങ്കുളം.